രാത്രി ഉറങ്ങാൻ കിടക്കും മുൻപേ ദക്ഷയ്ക്ക് നന്ദയെ വിളിക്കണമെന്ന് തോന്നി. സംസാരിച്ചിട്ട് ഒരുപാടായി. എക്സാം കഴിഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല. അവൾ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഹലോ നന്ദൂട്ടി, നീ ഇതെവിടാ പെണ്ണേ? അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നടാ, അതാ. നിന്റെ വിച്ചുവേട്ടൻ എന്തു പറയുന്നു? പൊന്നു കളിയാക്കി ചോദിച്ചു. അറിയില്ലടാ, ഇപ്പൊ വിളിക്കാറൊന്നുമില്ല. അതെന്താ? അറിയില്ല, ഞാൻ വിളിച്ചു പക്ഷെ ഫോൺ എടുക്കുന്നില്ല. എന്താടാ, അടിയുണ്ടാക്കിയോ? ആ, ഏട്ടനൊരു ദിവസം എന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ പോയില്ല. അവിടെ ആളുടെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ കാമുകിയും മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കെന്തോ വല്ലായ്മ തോന്നിയടാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ വിശ്വാസമില്ലാതെയാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത് എന്നും പറഞ്ഞ് ദേഷ്യമായിരുന്നു. അന്ന് വെച്ചതാ ഫോൺ. പിന്നെ ഒരിക്കലും എന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. നീ വീട്ടിൽ പറഞ്ഞോ? ആ, എത്ര വരെ ആൾ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ. അതാ നല്ലത്. വീട്ടുകാർക്ക് വിട്ടുകൊടുക്ക്. സമാധാനമായിട്ട് കിടന്നോ നീ. ആ, ശരിയടാ. പിന്നെയും കുറേ വിശേഷങ്ങൾ പറഞ്ഞ് അവർ സംസാരിച്ചിരുന്നാണ് ഫോൺ കട്ട് ചെയ്തത്. ശരിക്കും ദക്ഷയോട് ഉണ്ടായതല്ല താൻ പറഞ്ഞത്. എല്ലാം ഇപ്പോൾ അവളോട് പറഞ്ഞാൽ അവൾ ഒരുപാട് സങ്കടപ്പെടും. അവളുടെ സന്തോഷം കൂടി എന്തിനാ ഇല്ലാതാക്കുന്നത്? വേണ്ട, എന്താ ഇനി ഉണ്ടാവുന്നതെന്ന് നോക്കട്ടെ. വിച്ചുവേട്ടൻ തീരുമാനം അറിയിക്കട്ടെ. അവൾ ഓരോന്നാലോചിച്ച് കട്ടിലിൻ്റെ ഒരറ്റത്ത് ചുരുണ്ടുകൂടി. കുറച്ചു കഴിഞ്ഞ് നന്ദുവിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. വിഷ്ണു ആയിരുന്നു മെസ്സേജ് അയച്ചത്. ആ പേര് കണ്ടതും അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. നന്ദു, നീ നാളെ 4 മണിക്ക് പാർക്കിൽ വരണം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബൈ. മെസ്സേജ് വായിച്ച് അവൾക്കൊരു പന്തികേട് തോന്നിയെങ്കിലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് വിശ്വസിച്ച് അവൾ കണ്ണുകളടച്ച് നിദ്രയിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പറഞ്ഞ സമയത്ത് തന്നെ നന്ദു പാർക്കിലെത്തി. വിഷ്ണു വരുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു. അവന്റെ മുഖത്ത് ഗൗരവം കണ്ടതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പതിവിലും വിപരീതമായി പാർക്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ഏട്ടൻ കാണണമെന്ന് പറഞ്ഞത്? എന്താ, എനിക്ക് കാണാൻ പാടില്ല എന്നുണ്ടോ? അവന്റെ ഗൗരവം സംസാരത്തിലും പടർന്നത് അവൾ ശ്രദ്ധിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്ന പേടിയായിരുന്നു അവൾക്ക്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മനസ്സിലായി. നോക്കുന്നെന്താ, ടു ബി ഫ്രാങ്ക്, എനിക്ക് വേണ്ടത് എൻ്റെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ മറുവാക്കില്ലാതെ എനിക്ക് ചെയ്തു കിട്ടണം. അതിന് ഏട്ടൻ പറയുന്നത് എന്തെങ്കിലും ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇവരുടെ സംസാരം കേട്ട് അപ്പുറത്തിരുന്നിരുന്ന വ്യക്തിയെ അവർ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്തേ? അത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം നിനക്ക്? വേണം, കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നന്ദു, ഇന്നത്തെ കാലത്ത് സ്നേഹിക്കുന്ന 2 പേര് വിവാഹത്തിന് മുൻപേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ സാധാരണയാണ്. ജസ്റ്റ് ഒരു 2 അവറല്ലേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ. ഇതെല്ലാം കേട്ടിരുന്ന അയാളുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി. അയാൾ ഗെയിം കളിക്കുന്നത് നിർത്തി അവരുടെ സംസാരം ശ്രദ്ധിച്ചു. സ്റ്റോപ്പ് ഇറ്റ് വിഷ്ണു ഏട്ടാ, മതി, നിർത്ത്. ഞാൻ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാ. എന്നോട് ഇങ്ങനെ ഇതൊക്കെ പറയാൻ എങ്ങനെ പറ്റുന്നു? എൻ്റെ ശരീരവും മനസ്സും എല്ലാം ഏട്ടന് സ്വന്തം തന്നെയാണ്. പക്ഷേ അത് താലി എന്നൊരു അധികാരം എൻ്റെ കഴുത്തിൽ വീണതിന് ശേഷം മാത്രം. എങ്കിൽ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നിന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. ഞാൻ നിന്റെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാടി ഈ കല്യാണത്തിന് സമ്മതിച്ചത്, അല്ലാതെ നിന്നോടുള്ള ദിവ്യ പ്രേമം കൊണ്ടൊന്നുമല്ല. ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ കൂരമ്പ് പോലെ തറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങിച്ചു. ശരിയാ, ഏട്ടൻ ഒരിക്കലും പ്രണയപൂർവ്വം ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. ഇഷ്ടം കൊണ്ട് ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. പ്രണയം ആദ്യം തുറന്നു പറഞ്ഞതും പ്രണയിച്ചതും എല്ലാം ഞാൻ തന്നെയാണ്. അവൾ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ദേ നോക്ക്, ഈ വിവാഹം നടക്കണമെങ്കിൽ നീ സഹകരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നീ ആലോചിച്ച് നോക്ക്, വിവാഹം മുടങ്ങിയെന്നൊക്കെ എല്ലാവരും അറിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. സോ നീ തീരുമാനിക്ക്. ഏട്ടാ പ്ലീസ്, എനിക്ക് പറ്റില്ല. ഏട്ടനില്ലാതെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ. ആണെങ്കിൽ നീ സഹകരിക്ക്, കല്യാണ സമയത്ത് നടക്കും. അവൾക്ക് സങ്കടം അടക്കാൻ വയ്യാതെയായി. ഇങ്ങനെ ഒരാളുടെ സ്നേഹം പിടിച്ചു വാങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. അവൾ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ച് അവൻ്റെ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു. അവൻ അന്തിച്ചു നിന്നു. ഇതെല്ലാം കണ്ട ആ കണ്ണുകൾ തിളങ്ങി. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
ഡീ അവൻ അലറി. വിഷ്ണു ഏട്ടാ, ഞാൻ തന്നെ സ്നേഹിച്ചു പോയെന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയും എന്നെ വഞ്ചിച്ച് തന്നോട് കൂടി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഡീ, നീ ഇതിനനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിച്ചിട്ടേ വേറെ ഒരുത്തിനും അനുഭവിക്കുള്ളൂ. എൻ്റെ ഊഴം കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിന്നെ ഇട്ടുകൊടുക്കും. നീ നോക്കിക്കോ. നിന്റെ നെഗ പറഞ്ഞു തീരും മുൻപേ വിഷ്ണു അടികൊണ്ട് വേച്ചു പോയിരുന്നു. അവൻ വിശ്വസിക്കാനാവാതെ അവിടെ കിടന്നു. നന്ദു അവനെ അടിച്ചയാളെ നോക്കി. ആവശ്യത്തിന് വണ്ണമുള്ള ഫിറ്റ് ബോഡി, ഹെയർ കനം കുറച്ച് വെട്ടിയിരിക്കുന്നു, വെളുത്ത നിറം, ആവശ്യത്തിന് കട്ടിമീശ, ഒരു കയ്യിൽ വാച്ചുണ്ട്, മറ്റേ കയ്യിൽ ഒരു ഇടിവളയും, വൈറ്റ് ടീഷർട്ടും ഡാർക്ക് ബ്ലൂ ജീൻസുമായിരുന്നു വേഷം. കൂളിംഗ് ഗ്ലാസ് ഹാങ് ചെയ്തിരുന്നു അതിൽ. കാലിൽ ബ്രൗൺ കളർ ഷൂ. അവളുടെ കണ്ണുകൾ ആ രൂപത്തെ തന്നെ നോക്കി നിന്നു. എവിടെയോ കണ്ട് പരിചയം തോന്നുന്നു. പക്ഷേ എവിടെ? അവൾ ആലോചനയോടെ നിന്നു. നീ നേരം കുറേ ആയല്ലോടാ കിടന്ന് തിളയ്ക്കുന്നു. പെണ്ണിന് ആശ കൊടുത്ത് ചതിക്കുന്നോടാ നാറി. ആ രൂപം അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. അവൻ ഒന്ന് തേങ്ങി. നിനക്ക് ശരീരം മാത്രം മതിയെങ്കിൽ രാത്രി തെരുവിലിറങ്ങിയിരിക്കെ, അവിടെ കിട്ടും. അല്ലാതെ മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന പെൺകുട്ടികളുടെ മെക്കിട്ട് കയറുകയല്ല ചെയ്യുക. ഇടിച്ചു പോടാ. ഇനി നിന്നെ ഇവിടെ കണ്ടാൽ. വിഷ്ണു അവളെ ഒന്ന് ഒഴുകി നോക്കി. പകയോടെ അവനെയും നോക്കി അവരെ കടന്നുപോയി. അയാൾ അവളെ ഒന്ന് നോക്കി. അവൾ നിലത്തൂർന്നിരുന്ന് കഴിഞ്ഞിരുന്നു. അവൾ കൈകൾ നിലത്തു തല്ലി പദം പറഞ്ഞു കരഞ്ഞു. അവൻ അവളുടെ മുൻപിൽ ചെന്നിരുന്നു. താൻ ഇങ്ങനെ കരയാതടോ. പോട്ടെ, ഇങ്ങനെയുള്ളവരുടെ സ്നേഹം കിട്ടുന്നതിലും ഭേദം ചാവുന്നതാണ്. അല്ലേലും പിടിച്ചു വാങ്ങിയ സ്നേഹം എന്തിനാ തനിക്ക്? ഞാൻ ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ അതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ ആകെ പെട്ടുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കുഴഞ്ഞു. അവൻ്റെ കൈകൾ യാന്ത്രികമായി അവളുടെ മുടിയിൽ തലോടി. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അടർന്നു മാറി. ഞാൻ പെട്ടെന്ന് സോറി. ഏയ് സാരില്ല, തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഓ സോറി, ഞാൻ നന്ദ പത്മനാഭൻ. ഹായ്, സഞ്ജയ് റാം. അവൾ അവനോട് യാത്ര പറഞ്ഞ് അവനെ കടന്നുപോയി. അവനൊരു ചിരിയോടെ അവൾ പോകുന്നതും നോക്കി നിന്നു. പോകും വഴി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാനും അവൾ മറന്നില്ല.